അപ്പോ ഏപ്രിൽ 15 ഗുരുവായൂർ അമ്പലത്തിൽ പ്രത്യേക തരത്തിലൊരു പരിപാടി ഉണ്ട്. പരിപാടിയല്ല, അതിന് ഉപരി ഒരു പ്രത്യേക ആഘോഷം കൂടിയാണ് ഏപ്രിൽ 15. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം എന്താണ്? അപ്പൊ നമുക്ക് ആ സംഭവം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel lie, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന് മുന്നിലാണ് കേട്ടോ. അതായത് വിഷുവിന്റെ തലേദിവസം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് വിഷുവിന്റെ തലേദിവസം, വിഷുവിന്റെ അന്ന് രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട് രാവിലെ 2:50 മുതൽ 3:50 വരെ വിഷുക്കണി കാണാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തില് കുളിച്ച് ഈർനോട് 2 മണിക്ക് വന്ന് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ തന്നെയാണ് ആൾക്ക് ഇഷ്ടം പോലെ അല്ലേ, തിരക്കും അതുപോലെ തന്നെ അകത്ത് കയറിയിട്ട് വിഷുക്കണി കാണുന്നത്. അതെ, 2:50. അപ്പൊ അതിന് മുൻപേ ആൾക്കാർ കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ തിരക്കുണ്ടല്ലോ. പിന്നല്ലേ അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് നാളെ വിഷുവും കൂടിയാ. വിഷുവിന് ഭഗവാനെ തൊടാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ്. നമ്മുടെ കേരളത്തിൽ മാത്രല്ല കേട്ടോ വിഷുവിനെ വേണ്ടിട്ട് വന്നിട്ടുള്ളത്, ബാക്കി പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ 2:50 കണി കാണാൻ വേണ്ടിയിട്ട്, വിഷുക്കണി കാണാൻ വേണ്ടി നിൽക്കുന്നവര് 2:50 മുതൽ 3:50 വരെയാണ്. ആ സമയത്ത് വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നവർക്ക് മേൽശാന്തി വിഷുക്കൈ നേട്ടം കൊടുക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ആ സമയത്ത്. അത് 2 മണിയാകുമ്പോ മറ്റേ മേൽശാന്തി കുളി കഴിഞ്ഞ് മേൽശാന്തി കണി കാണും ആദ്യം, എന്നിട്ടാണ് അമ്പലത്തിനുള്ളിലേക്ക് വരുന്നത്. എന്നിട്ടാണ് വിഷുക്കണി. അപ്പൊ ആ സമയത്ത് 2:50 മുതൽ 3:50 വരെ വിഷുക്കണി കാണുന്ന എല്ലാവർക്കും നമ്മുടെ എന്താ പറയാ അമ്പലത്തിൽ തിരുമേനി വിഷുക്കൈ നേട്ടം കൊടുക്കും. അങ്ങനെ സംഭവം. അതായത് ഭഗവാന് ഗുരുവായൂരപ്പനെ ഒന്ന് കണി കാണാൻ വേണ്ടി എത്ര ആൾക്കാരാണ് ക്യൂവിൽ നിൽക്കുന്നതെന്ന് അറിയില്ല. അതായത് രാത്രി 2 മണിക്ക് കുളിച്ചു വന്ന് നിക്കലോടൊന്നു, ഉറങ്ങാതെ കണി കാണാൻ മുമ്പേ വന്ന് നിക്കലോടൊന്നു. തിരക്ക്. അതെ, അത് ശരിയാ. ഇപ്പൊ ആൾക്കാരൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. സമയം പറയല്ലോ, ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്യല്ലോ, ഞാൻ നാളെ അടച്ചു, ഇനി നാളെ 2 മണിക്കാന്ന് വേണം. 2 മണിക്ക് തുടങ്ങും. അങ്ങനെ സംഭവം നോക്കി. ആ ഭാഗത്തൊക്കെ തിരക്ക് നോക്കിയേ, എത്ര ആൾക്കാരെ നോക്കിയാ ഗുരുവായൂർ വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് വന്നിട്ടുള്ളത് ഗുരുവായൂരിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ. അത് മാത്രല്ല, കൂടുതൽ ആൾക്കാർ കാറിലേക്ക് വരും കൂടുതൽ അല്ലെ. കാറിലൊക്കെ ഇഷ്ടം പോലെ അതില്ലെന്നുള്ള ആൾക്കാരില്ല, കാറിലെല്ലാം വരാൻ പറ്റൂല, സൗകര്യം അതൊക്കെ തന്നെ. അപ്പൊ അത് വരുമ്പോ തന്നെ കാർ പാർക്കിങ്ങിന്റെ പ്രശ്നമാണ്. പക്ഷെ ഗുരുവായൂർ 4 ഭാഗത്തായിട്ടുണ്ട്, എന്നാലും അത് ഫുള്ളായി കാണും. കാരണം അത്യാവശ്യം ആൾക്കാരെ വന്നിട്ടുണ്ടാവും. പിന്നെ കാറിൽ തന്നെ ഉണ്ട്, ബസ്സിൽ തന്നെ ഉണ്ട്, ട്രാവലറിൽ തന്നെ ഉണ്ട്. ട്രാവലർ ഇപ്പൊ 2 രീതിക്കുണ്ട്, അർബേനിയുണ്ട്, സാധാ ട്രാവലറിലുണ്ട്, അങ്ങനെ ടാക്സി വിളിക്കുന്ന ആൾക്കുണ്ട്. അതെ, അങ്ങനെ പല തരത്തിലുണ്ട്, കൊറേ തരത്തിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗുരുവായൂർ 4 ഭാഗത്തായിട്ടുണ്ടല്ലോ കുറെ ആൾക്കാരുണ്ടാവും. നമുക്കൊന്ന് കണ്ടോക്കാം. 4 ഭാഗമാണുള്ളത്, 4 ഗോപുരാണുള്ളത്. അതുപോലെ 4 ഗോപുരത്തിന്റെ ആ ഭാഗത്ത് എത്രത്തോളം ആൾക്കാർ വന്നിട്ടുണ്ട്, തിരക്കുണ്ടോ ഇല്ലയോ എല്ലാവർക്കും ആലോചിക്കണ്ട. തിരക്കുണ്ടാവും, വെറുതെ പറയണോ, ഡൗട്ടൊന്നും അടിക്കാൻ എന്തായാലും ഉണ്ടാവും. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്നും ഇത്ര ദിവസം നമ്മൾ കൊന്നപ്പൂ കണ്ടിരുന്നു. ഇന്ന് കൊന്നപ്പൂ ഒരു പിടിക്ക് 50 രൂപ, നാളെ കണി കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് അത് മാത്രല്ല, അത് ഇന്നലെ തന്നെ ആൾക്കാര് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ ഉറപ്പല്ലേ ഇതൊന്നും കിട്ടിയാ കിട്ടിയെന്ന് മാത്രമേ. കാരണം അവിടെ വിൽക്കണ്ടായിരുന്ന ആൾക്കാർ പിടിയും വലിയാണ്. എനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാർ ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് നാട്യവേദം തന്നെ പരിപാടിയുടെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കാണാൻ. എന്ത് രസമൊക്കെ കാണാനായിട്ടല്ലേ, എന്ത് ഭംഗിയാണ്. എനിക്ക് നല്ല കളർ, നല്ല കളർ സെൻസ് അല്ല, എല്ലാ കളറ് നല്ല അടിപൊളിയായിരുന്നു. അതെ, അത് മാത്രല്ല ഈ പരിപാടി കാണാൻ വേണ്ടിട്ടേ വേദി ഫുള്ള് ആൾക്കാരുണ്ട്. ആലോചിച്ച് ഈ സ്റ്റേജിലെ ഇഷ്ടം പോലെ ആൾക്കാര് കാണാനുണ്ട്. ആലോചിച്ച് എന്തൊരു തിരക്കല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലേ, ആണ് വിഷയല്ലേ. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. നാട്യവേദ്യം സ്കൂൾ ഓഫ് ഡ്രാമ ഡാൻസ് അല്ലേ? അതന്നെ വെച്ചുച്ചിറ റാന്നി.
അതെ അതെ റാണി റാണി ചെങ്കോ മറ്റേ ചെത്തോങ്കര. എന്തൊക്കെ വരാല്ലേ. അടിപൊളി. ഇതൊക്കെ എത്ര നമ്മളിപ്പോ നിൽക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, നല്ലോണം ആൾക്കാരുണ്ട്. പിന്നെ അടിപൊളി ഡാൻസ് നടക്കാൻ പോണു. ഓക്കെ കുട്ടികളുടെ ഡാൻസ് അല്ലേ? കുട്ടികളുടെ ഡാൻസ് സെൻട്രലായിട്ട് കൃഷ്ണന്റെ പോലെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഗുരുവായൂർ 2 ഓഡിറ്റോറിയത്തിലും പ്രോഗ്രാം അടിപൊളി. കാണാൻ ഓഡിയൻസ് ഇഷ്ടം പോലെ നമ്മളവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂല് നിൽക്കുന്നത് ഇതൊക്കെ വന്നവരാണ് ഗുരുവായൂർക്ക്. എന്തായാലും കൊള്ളാം. നമുക്ക് ആ നടയിലേക്കൊക്കെ ഒന്ന് പോലച്ചാ, അതാണ് നടയിലേക്ക്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ തെക്കേ നടയിലാണ്. ഇവിടെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാ ഒരു ആൾക്കാരുണ്ടെന്ന് അത്ര കുറവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പരിപാടിക്കും അതായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി താമസിക്കാൻ അവിടെ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരിക. അതുപോലെ പഴയടത്തേക്ക് ഫുഡ് കഴിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മാത്രം തന്നെ ആൾക്കാരാ. പ്രത്യേകിച്ച് ഇത് കൂടെ എൻട്രി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ മെയിൻ ആയിട്ട് ഗസ്റ്റ് ഹൗസിക്ക് അങ്ങനെ ഒരു വേ ആണ് ഫുള്ള്. ഗസ്റ്റ് ഹൗസ് അതുപോലെ തന്നെ ഹോട്ടല്. അതെ പഴയടത്തേക്ക്. പിന്നെ അവിടെ കേശവനുണ്ട്, അതുപോലെ പത്മനാഭനുണ്ട്. ആനനെ കാണാനാണ് കൂടുതലും പിന്നെ ആൾക്കാർ ഇങ്ങോട്ടായിട്ട് വരുന്നത്. തിരക്കുണ്ടോ ചോദിച്ചാൽ അധികം തിരക്കില്ല. ഇത് കൂടെയാണ് ആന പോണതും. പിന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ആൾക്കാർ വന്ന് താമസിക്കും, സ്റ്റേ ചെയ്യും. ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ അമ്പലത്തിലാണ്. പിന്നെ രാത്രി കിടക്കാൻ സമയത്താകുമ്പോൾ അമ്പലം അടച്ചിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കുക. അപ്പൊ അതാണ്ടാണ് ഇവിടെ അധികം തിരക്കിങ്ങനെ കാണാത്തത്. നേരെ മറിച്ച് കിഴക്കേ നട എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. സ്ട്രൈറ്റ് വഴിയാണല്ലോ. ഇതേ സെയിമിൽ തന്നെ ഉണ്ടവ പടിഞ്ഞാറ് നടയിൽ. കിഴക്കേ നട അതേ സെയിം ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പടിഞ്ഞാറടയിലാണ്. ഇവിടെ തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട് ഇവിടെ. തിരക്കുണ്ട്. കാരണം വെച്ചാൽ അപ്പുറത്തുണ്ട് ഈ ഭാഗത്തായിട്ട്, ആ ഭാഗത്തായിട്ട് കുറെ വീട്ടുകാരുണ്ട്. അമ്പലത്തിന്റെ ആണല്ലോ, അമ്പലത്തിന്റെ അവകാശികളാണല്ലോ കുറച്ച് ആൾക്കാരുണ്ട് ആ ഭാഗത്തായിട്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ ആൾക്കാർ വരും. അമ്പലം തൊഴാനാണ് ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ. അവിടെ ഹോട്ടലും കാര്യങ്ങളുണ്ട്. ഈ ഭാഗത്തേക്കായിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിളിക്കും വരും. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്. നമ്മുടെ ബസ് എറണാകുളത്ത് തന്നെ ബസ്സിലെ ആൾക്കാർ ഇറങ്ങുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്ത് പടിഞ്ഞാറ് നടക്കിലാണ് ഇറങ്ങുക. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരിക. കാരണം KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെയുണ്ട് പടിഞ്ഞാറ് നടക്കിലാണ്. അപ്പൊ എറണാകുളത്ത് വരുന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അമ്പലത്തിങ്ങനെ വരും. അതുപോലെ തന്നെ ഇവിടെ മറ്റേ താമസിക്കാനുള്ള കുറച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു തിരക്കുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ഉണ്ട്. അതുപോലെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇങ്ങോട്ട് വരികയും അത്യാവശ്യം ആൾക്കാർ ഇത് കൂടെ പോണ കാണാം. തിരക്കുണ്ട്. എന്തായാലും അടിപൊളി. അപ്പൊ നമുക്ക് ഇനി വടക്കേ നടല്ലേ. വടക്കേ നടയിൽ എന്ന് പറയുമ്പോ കുറവാണ്. കാരണം ആ ഭാഗത്ത് നമ്മുടെ സ്കൂട്ടർ വെക്കണ ഏരിയ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കയറി വരുന്ന വഴി. അമ്പലത്തിലേക്ക് തന്നെ ആൾക്കാരാണ് നടന്നു തന്നെ കുറച്ച് ആൾക്കാരുള്ളൂ. വണ്ടി വെക്കാനെ കൂടുതൽ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. അല്ല പിന്നെ അത് മാത്രല്ല, അതിപ്പോ കാറായിട്ടാണെങ്കിലും. കാരണം എന്താണ്, റിംഗ് റോഡാണത്. അപ്പൊ അതിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരിക എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഓരോ പാർക്കിംഗ് ഏരിയകളുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ തിരക്കുണ്ടാവുന്ന സാധ്യത കുറവാണ്. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാരനെ നല്ല ചൂടാണ്. സംസാരിച്ചാൽ ചെറിയ തൊണ്ടവേദന കപടത്തൊക്കെ വേനുണ്ട്. ഒരു കുപ്പി വെള്ളം. അപ്പോ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അത് മാത്രല്ല ഗുരുവായൂരത്തെ കാര്യം പറയാം. നമുക്ക് ഗുരുവായൂരത്തെ സ്പെഷ്യൽ ഐറ്റംസ് കുറിച്ച് പരിചയപ്പെടാതെ നമുക്ക് ഈ വീഡിയോ തുടരാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊരി വയ്ക്കാം. ഇത് കൊള്ളാം. ഇത് ലൂസാന്ന് തോന്നുന്നു. പാക്കറ്റിലാ അല്ലാതെ വലിയ പാക്കറ്റിലായിട്ടുണ്ടാവും. പിന്നെ അല്ലാതെ ഉത്സവങ്ങൾക്ക് എങ്ങനെ ചാക്കിലാണ്. ഒരു പാത്രം ഉണ്ടാവും, അളവ് പാത്രം. ആ അളവ് പാത്രത്തിൽ വെള്ളം വാങ്ങിച്ചു. തണുത്ത വെള്ളം മേടിച്ച് ഞാൻ ചൂടല്ലേ, അപ്പൊ തണുത്ത വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. തണുത്ത വെള്ളം കുടിക്കാം. പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാന്ന് വെച്ചല്ലേ, നമ്മുടെ ഈ ഗുരുവായൂർ പപ്പടത്തെ കുറിച്ച് എല്ലാവർക്കും അറിയണ സംഭവം. ഞാനായിട്ട് പേരിട്ട് ആന ചവിട്ടിയ പപ്പടം ഓർമ്മയില്ലേ? അതൊക്കെ മുന്നേ വീട്ടിലിട്ടുണ്ടായിരുന്നു. മാസമായി നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ മാസം ശരിക്കും പറഞ്ഞാ സമയൊക്കെ പോയത് നമ്മള് അറിഞ്ഞതേ ഇല്ല. അപ്പൊ ഈ പപ്പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ആന പപ്പടം, പിന്നെ കുട്ടിയാന പപ്പടം, പിന്നെ അതിനും കുട്ടിയാന പപ്പടം, പിന്നെ സാധാ പപ്പടം, പിന്നെ അതുപോലെ തന്നെ ഈ കുരുമുളക് പപ്പടം, അങ്ങനെയൊക്കെ ഇല്ലേ? കുരുമുളക് പപ്പടം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഉണക്കമുളകിന്റെ പപ്പടം. അതന്നെ ഉണക്കോ വെള്ളം കുടിച്ചപ്പോ തൊണ്ടേക്കൊന്നും ഇതായി. പല തരത്തില് കൊറേ പപ്പടങ്ങളുണ്ടല്ലോ.
അതായത് ഒരു ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമോ ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഗുരുവായൂർ വന്ന് പോകുമ്പോ കിട്ടും. അത്രയും സാധനങ്ങളുണ്ടാവും. സ്പെഷ്യലി കുറെ ഉണ്ട്. അപ്പോഴാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും പപ്പടം, പാൽപ്പായസം, അങ്ങനെ 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 വൈപ്പിലേക്ക് കൃഷ്ണന്റെ അല്ല കഥകളിയുടെ ആ ഒരു ഫോട്ടോ വയ്ക്കുന്നത് എങ്ങനെയാണ് അടിപൊളിയില്ലേ കഥകളി. അതെ. അല്ല നമ്മൾ ഈ ഗുരുവായൂരുന്നേ പാൽപ്പായസം വാങ്ങിക്കുമ്പോഴേ ഈ ഡപ്പ കണ്ടു, പക്ഷെ ഇത്രയും ചെറിയ ഡപ്പ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത് വേറെ എന്തിന്, അതായത് നമ്മുടെ ഈ ആടിയ എണ്ണ കിട്ടും ഗുരുവായൂരമ്പലത്തില്. ശരി ശരി ശരി. ആടിയ എണ്ണ മേടിക്കാൻ കിട്ടും. ആ എണ്ണ മേടിക്കാൻ വേണ്ടിയൊക്കെ ഇത് കൊണ്ടുപോകാം. ഇങ്ങനത്തെ കുഞ്ഞു ഡപ്പ കൊണ്ടുപോകും. പിന്നെ ഇത് മറ്റേ അപ്പളം അല്ലേ? അത് അപ്പളം. അപ്പളം എന്ന് പറഞ്ഞ സാധനം. അതെ, പപ്പടത്തിന് പേരായിട്ട് അപ്പളം. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കുറെ ഐറ്റംസുകൾ ഉണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാല്ലേ. ഇന്നത്തെ ദിവസം നാളെ വിഷു ആണ്. നിങ്ങൾ കാണാൻ വിഷു ദിവസത്തിനാണ് ചിലപ്പോ അല്ലെ? വിഷുവിനെ നിങ്ങൾ കണ്ടാവുക. വിഷുവിന്റെ ഞങ്ങള് വീഡിയോ അടുത്ത ദിവസം ഇടണായിരിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിഷുവിന്റെ തലേദിവസം ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂരപ്പനെ കണി കാണാൻ വേണ്ടിട്ട് നാല് ഭാഗത്ത് നിന്നും ആൾക്കാർ ഇഷ്ടം പോലെ വന്നിരിക്കണം. അപ്പൊ നമ്മള് 4 മറ്റെന്താ പറയാ നടയും അമ്പലത്തിന്റെ കാണിച്ചു ഓരോ ഭാഗത്തുള്ള ആൾക്കാർ എൻട്രി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്കേ നട എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെയാണ് പടിഞ്ഞാറ് നട. കാരണം എറണാകുളം ഭാഗത്തു നിന്നൊക്കെ ബസ് വന്ന് നിർത്തുന്നത് പടിഞ്ഞാറ് നടക്കില്ല. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ തന്നെ കയറി വരുന്നവർക്ക്. അതുപോലെ തന്നെ മറ്റെന്താ തെക്കേ നട, വടക്കേ നട, അവിടെ അധികം എൻട്രി ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ താമസിക്കുക, റൂം എടുക്കുക, അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് പോരുക, പിന്നെ അമ്പലത്തിൻ്റെ പോവുക, അങ്ങനെയുള്ള പരിപാടികളായിട്ട്. അപ്പൊ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. അപ്പൊ നാളെ എല്ലാവർക്കും മറ്റേ നല്ലൊരു വിഷു ആയി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.